നമ്മൾ ജർമ്മനിയിൽ ചെന്ന് കഴിയുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഫസ്റ്റ്, ബുർഗർ ബ്യൂറോയിൽ രജിസ്ട്രേഷൻ നടപടികൾ കംപ്ലീറ്റ് ചെയ്യണം. സിറ്റിസൺ ഓഫീസാണ് ബുർഗർ ബ്യൂറോ. ജർമ്മനിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സിനെല്ലാം അപ്ലൈ ചെയ്യുന്ന സ്ഥലമാണ് സിറ്റിസൺ ഓഫീസ്. പാസ്പോർട്ട്, വിസ, ഒപ്പം ഹൗസ് ഓണർ ഫില്ല് ചെയ്ത് തരുന്ന ഫോമും കൂടെ നമ്മൾ സിറ്റിസൺ ഓഫീസിൽ സബ്മിറ്റ് ചെയ്യണം. അപ്പോഴവിടുന്ന് നമുക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ടാക്സ് നമ്പർ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ബുർഗർ ബ്യൂറോയിൽ രജിസ്ട്രേഷൻ നടപടികൾ കംപ്ലീറ്റ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവിടുന്ന് ടാക്സ് ഓഫീസിലേക്ക് സെൻഡ് ആവുന്നതാണ്. അവിടുന്നാണ് നമുക്ക് ടാക്സ് നമ്പർ ലഭിക്കുന്നത്. സാധാരണ കേസിൽ നമുക്ക് ടാക്സ് നമ്പർ ഒരു വീട്ടിലേക്ക് സെൻഡ് ചെയ്ത് തരുന്നതാണ്. എന്നാൽ ചില കേസുകളിൽ നമ്മൾ ടാക്സ് നമ്പർ ടാക്സ് ഓഫീസിൽ പോയി കളക്ട് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് പ്രൊസീജിയർ എന്നത് ജർമ്മനിയിൽ ഒരു ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പാസ്പോർട്ട്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇവ കൊണ്ടുപോയി നമുക്ക് ബാങ്കിൽ പുതിയൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും ഒപ്പം ടാക്സ് നമ്പറും കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്നിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതുമാണ്. നെക്സ്റ്റ് പ്രൊസീജിയർ എന്നത് ഹെൽത്ത് കാർഡാണ്. ജർമ്മനിയിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ആവശ്യമാണ്. അതിന് കോൺട്രാക്ട് ലെറ്റർ, വിസ, ഫോട്ടോ, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഒപ്പം നമ്മൾ സ്പൗസ് വിസയിലാണ് വന്നത് എങ്കിൽ നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റും കൂടി ഇൻഷുറൻസ് കമ്പനിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഹെൽത്ത് കാർഡ് ഒരു വീട്ടിലേക്ക് സെൻഡ് ചെയ്യുന്നതാണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊസീജിയറാണ് ഫാമിലി ഡോക്ടറിനെ കണ്ടുപിടിച്ച് രജിസ്റ്റർ ചെയ്തിടുക എന്നുള്ളത്. ജർമ്മനിയിൽ നമുക്ക് എമർജൻസി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഫാമിലി ഡോക്ടറിനെയാണ് അപ്പോയിൻമെൻറ്റ് എടുത്ത് കൺസൾട്ട് ചെയ്യേണ്ടത്. സിക്ക് ലീവുകളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ അതിന് വേണ്ട സർട്ടിഫിക്കറ്റുകൾ നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഈ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഫാമിലി ഡോക്ടർ തന്നെയാണ്. ഒപ്പം നമ്മുടെ കുട്ടികൾക്കും ഇതുപോലെ തന്നെ ഒരു പീഡിയാട്രീഷ്യനെ രജിസ്റ്റർ ചെയ്തിടണം. നമ്മുടെ കുട്ടികൾക്കുണ്ടാകുന്ന റെഗുലർ ചെക്കപ്പുകളും ഒപ്പം വാക്സിനേഷനും ഒക്കെ എടുക്കുന്നത് ഈ ഡോക്ടർ തന്നെയാണ്. ഇതൊക്കെയാണ് ജർമ്മനിയിൽ വന്നതിന് ശേഷം ഫസ്റ്റ് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ. ഫോർ മോർ ഇൻഫർമേഷൻ കോൺടാക്ട് പെയ്ഡ് അക്കാഡമി. Thank you so much.